2019 ഓഗസ്റ്റ് 31 പാലക്കാട് നെന്മാറയ്ക്ക് സമീപം പോത്തുണ്ടി എന്ന ഗ്രാമം വിറങ്ങലിച്ച ദിവസമാണ്. സജിത എന്ന വീട്ടമ്മയെ അയൽവാസി ചെന്താമര കൊലപ്പെടുത്തിയതിന്റെ ഓർമ്മകൾ ഇപ്പോഴും അവിടെ നിഴലിക്കുന്നുണ്ട്. പിന്നീട് ചെന്താമരയെക്കുറിച്ച് നമ്മൾ കേട്ടത് ഇക്കഴിഞ്ഞ ജനുവരി 27-നാണ്. സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയാൾ വെട്ടിക്കൊലപ്പെടുത്തിയതോടെ അവരുടെ മക്കൾ അനാഥരായി. ചെന്താമര എന്ന പേര് കേട്ടാൽ ഇപ്പോഴും ആ നാട്ടുകാർക്ക് ഭയമാണ്. അവർക്കിനി ഭയം കൂടാതെ അവിടെ ജീവിക്കാൻ കഴിയും. നെന്മാറ സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ. പ്രതി 3 ലക്ഷം രൂപ പിഴയും കൊടുക്കണമെന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിധിയിൽ തൃപ്തരെന്ന് കൊല്ലപ്പെട്ട സജിതയുടെ മക്കൾ പ്രതികരിച്ചു. അതെ, പരോളോ ജാമ്യം കിട്ടുമെന്നാണ് ആഗ്രഹം. അങ്ങനെ വന്നാൽ ഇപ്പോഴും ഒരു ഭയത്തിൽ തന്നെയാണല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഭയം ഉണ്ട് ഇയാളെ, അതുകൊണ്ട് ഇനി ഒരിക്കലും ഇയാളെ പുറത്ത് വിടരുത്. ഒരിക്കലും പുറത്ത് വിടരുത്. ഈ കോടതിയിൽ പോലും നിൽക്കുമ്പോൾ ആ പേടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. പേടി ഉണ്ടായിരുന്നു. തൃപ്തനാണോ ഈ ഒരു വിധിയില്? നമ്മളുടെ എഫോർട്ടിന് കിട്ടിയ അംഗീകാരമാണ്. ഇതിൽ മേൽക്കോടതിയിൽ പോകാനുള്ള ഇതെല്ലാം ഒന്നുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതാണ് കോടതി. അപ്പോൾ ഇതിന് മുകളിൽ മേൽക്കോടതിയിൽ പോയാൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, അവർ പോയിരിക്കും. സുബി വിശ്വനാഥ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുബി, കഴിഞ്ഞ 6 വർഷമായി പോത്തുണ്ടി എന്ന ഗ്രാമത്തിലെ നാട്ടുകാർ വലിയ ഭീതിയോടെയാണ് കഴിഞ്ഞത്. അതായത് ചെന്താമര ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോഴൊക്കെ അയാൾ ആരെങ്കിലും കൊലപ്പെടുത്തുമോ എന്ന ഭയം. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ജനുവരി 27-ന് ഈ സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയതാണ് ചെന്താമര. പക്ഷേ ഈ കേസിൽ വിധി വരുമ്പോൾ ആ നാട്ടുകാർക്ക് വലിയ ഒരു ആശ്വാസമാണ്. ഇനി അവർക്ക് ഭയം കൂടാതെ ജീവിക്കാൻ കഴിയുമെന്നൊരു വലിയ ആശ്വാസം തന്നെയാണ് നാട്ടുകാർ. ഈ വിധിയിൽ കുടുംബാംഗങ്ങൾ തൃപ്തരാണ് എന്നാണ് ഈ മക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയ കാര്യം? പ്രോസിക്യൂഷൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നൊരാവശ്യം അവർ ഉന്നയിച്ചതല്ലേ? ടോം, ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. അതിനുള്ള തക്ക കുറ്റം പ്രതി ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതി ഒരു ഇരട്ട കൊലപാതകം കൂടെ ചെയ്തിരുന്നു എന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ പ്രോസിക്യൂഷന്റെ ആ ഒരു നിലപാടിനോട് കോടതി യോജിച്ചില്ല. പകരം ഇരട്ട ജീവപര്യന്തമാണ് ഈ ചെന്താമരയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല എന്നൊരു വിലയിരുത്തലാണ് കോടതിക്കുണ്ടായിരുന്നത്. പക്ഷേ കോടതി പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധേയമാണ്. പ്രധാനമായും പറയുന്നത് പ്രതിയുടെ മാനസിക നില ഭദ്രമാണ് എന്നാണ് കോടതി പ്രധാനമായും പറയുന്നത്. ഒപ്പം പ്രതി ഇനിയൊരു മാനസാന്തരം സംഭവിക്കാനോ അല്ലെങ്കിൽ പ്രതിക്ക് ഇനിയൊരു നല്ലവനാകാനോ ഉള്ള ഒരു സാധ്യത പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും കോടതി വിലയിരുത്തുന്നു. അതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് ഇരട്ട ജീവപര്യന്തം എന്നൊരു ശിക്ഷയിലേക്ക് കോടതി കടന്നത് എന്നതാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ഒപ്പം 3.25 ലക്ഷം രൂപ പിഴയും പ്രതി ഒടുക്കണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം കോടതി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സജിതയുടെ മക്കൾ, സജിതയുടെയും സുധാകരൻ്റെയും മക്കളായ അതുല്യയ്ക്കും അഖിലയുടെയും ജീവിതം അത് മെച്ചപ്പെട്ട നിലവാരത്തിലാക്കണം. ഈ പിഴത്തുക അവർക്ക് നൽകണം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നാട്ടുകാർക്ക്, പോത്തുണ്ടി നിവാസികൾക്ക് ആശ്വാസകരമായ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. നമുക്കറിയാം ഈ ഒരു കേസിൽ കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരെന്ന് വിധിച്ചപ്പോൾ തന്നെ അന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് പ്രതിക്ക് തൂക്കുകയർ വിധിക്കണം. ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്, കൊടും കുറ്റവാളിയാണ്. സജിതയ്ക്ക് ശേഷം മറ്റ് 2 പേരെ കൊന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ വേണമെന്നൊരാവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. പക്ഷേ ആ പ്രോസിക്യൂഷൻ്റെ ആവശ്യം എന്തുകൊണ്ടായിരിക്കാം കോടതി പരിഗണിക്കാതിരുന്നത്? കാരണം ഇയാൾക്കൊരു മനപരിവർത്തനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാനസാന്തരപ്പെടാം. അത്തരമൊരു നിരീക്ഷണത്തിലായിരിക്കുമോ പ്രതിക്ക് തൂക്കുകയർ വിധിക്കാതിരുന്നത്? സ്വാഭാവികമായും അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് തന്നെ കരുതണം. പിന്നെ മറ്റൊന്ന്, അപൂർവങ്ങളിൽ അപൂർവമല്ലാത്തൊരു കേസാണ് എന്നൊരു വിശദീകരണമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം പ്രതിക്ക് ഇനി മാനസാന്തരത്തിനുള്ള സാധ്യതയില്ല എന്നൊരു വിലയിരുത്തലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഇയാളുടെ പ്രായവും കോടതി ഒരുപക്ഷെ പരിഗണിച്ചിട്ടുണ്ടാകണം. ഏതായാലും വിധിപ്പകർപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ. അതിൽ എന്തെങ്കിലും വിശദീകരിച്ച് നൽകിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് കടുത്ത ശിക്ഷ തന്നെ പ്രതിക്ക് നൽകി
നൽകിയിരിക്കുകയാണ് ഇരട്ട ജീവപര്യന്തം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി പറഞ്ഞിരിക്കുന്നത്, ഇയാൾക്ക് പരോൾ നൽകുകയാണെങ്കിൽ അതിൽ സാക്ഷികൾക്ക് കൃത്യമായ ഒരു സുരക്ഷ ഒരുക്കിയതിന് ശേഷം മാത്രമേ ഇയാൾക്ക് പരോൾ അനുവദിക്കാൻ പാടുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടെ പരിഗണിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സജിത വധക്കേസിലെ പ്രധാന സാക്ഷിയായിരുന്നു ഒരു പുഷ്പ എന്ന് പറയുന്ന യുവതി. അത് ഈ സജിതയുടെയും അതുപോലെ തന്നെ ചെന്താമരയുടെയും അയൽവാസിയാണ്. ഈ ചെന്താമര കൃത്യം നിർവഹിച്ചതിന് ശേഷം പുറത്തേക്ക് നടന്നു വരുന്നത് ഈ പുഷ്പയാണ് കണ്ടിരുന്നത്. പുഷ്പ ഇക്കാര്യം കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പുഷ്പയ്ക്കെതിരെ വലിയ തോതിലൊരു വൈരാഗ്യം ചെന്താമരയുടെ മനസ്സിലുണ്ട്. പുഷ്പ കോടതിയിലെത്തി മൊഴി നൽകിയതിന് ശേഷം ചെന്താമര ഈ പുഷ്പയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയിരുന്നു. ചെന്താമര ഈ പുഷ്പയെ വധിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഈ പുഷ്പ ഇപ്പോൾ നാട് വിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്കാണ് ഇവർ പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേ ഒരു ഭീതി തന്നെ നാട്ടിലുള്ളവർക്കെല്ലാം ചെന്താമരയെ കുറിച്ചുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇരട്ട കൊലപാതകം ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം മറ്റൊരു ഇരട്ട കൊലപാതകം കൂടെ ഈ പ്രതി ചെയ്ത സാഹചര്യം കൂടി കോടതി പരിഗണിച്ചിട്ടുണ്ടായിരിക്കണം. ഒപ്പം ഈ സാഹചര്യം പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവയെല്ലാം കൂടെ പരിഗണിച്ച ശേഷമായിരിക്കണം കോടതി ഇത്തരത്തിലുള്ള കാരണം. അങ്ങനെ ഒരു വ്യക്തിക്ക്, അതായത് 3 പേരെ അരുങ്കോലം നടത്തിയിട്ടും ഇപ്പോഴും മാനസാന്തരമില്ല, 2 കുഞ്ഞുങ്ങളെ അനാഥനാക്കിയിട്ടും യാതൊരു മനപരിവർത്തനവും ഇല്ലാത്ത ചെന്താമര ഇനി വീണ്ടും ഒരുപക്ഷെ പരോളിൽ പുറത്തിറങ്ങിയാൽ പോലും ആ നാട്ടുകാർക്ക് എങ്ങനെ അവിടെ ജീവിക്കാൻ കഴിയും? നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായിട്ടുള്ള പുഷ്പയ്ക്ക് ഈ ചെന്താമരയെ പേടിച്ച് നാട് വിടേണ്ട സാഹചര്യമുണ്ടായി. ഇനി ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുള്ള പല സാക്ഷികൾക്കും സമാനമായ അവസ്ഥ തന്നെ ഉണ്ടാകാം. അങ്ങനെയുള്ള വ്യക്തി ഇനിയുള്ള ഒരു പ്രതീക്ഷ സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയിൽ തന്നെ ആയിരിക്കും. സമാനമായ, കാരണം ഒരു 3 പേരെ കൊലപ്പെടുത്തിയ വ്യക്തിക്ക് ആ വ്യക്തിയോട് യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ തന്നെ മറ്റുള്ള ആളുകളുടെ ആ ജീവന് ഭീഷണിയാകും. സ്വാഭാവികമായും ഇനി മറ്റു 2 കേസുകളുടെ വിചാരണ നടപടികളും അതിവേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇരട്ട കൊലപാതക കേസിന്റെ വിചാരണ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അത് ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. ഏതായാലും അതിനു മുൻപ് തന്നെ കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയങ്ങൾ പ്രോസിക്യൂഷൻ എത്തിച്ചിരുന്നു. ഏതായാലും വിചാരണ ആരംഭിക്കുമ്പോഴായിരിക്കും ഈ ഇരട്ട കൊലപാതക കേസിൽ എന്താണ് ചെന്താമരയ്ക്ക് ശിക്ഷ വിധിക്കുക എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വിധിച്ചിരിക്കുന്ന കേസ് സാഹചര്യ തെളിവുകൾ, അതുപോലെ തന്നെ കൊലപാതക കുറ്റം, അതിക്രമിച്ചു കടക്കൽ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതേ തെളിവുകൾ തന്നെ കോടതിക്കെതിരെ ഇപ്പോഴും കോടതിയുടെ പക്കൽ, വിചാരണ കോടതിയുടെ പക്കൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രോസിക്യൂഷൻ പഴുതടച്ച ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിന്റെ ഒരു വിചാരണ കഴിഞ്ഞാൽ മാത്രമേ ഇരട്ട ജീവപര്യന്തത്തിൽ എന്ത് ശിക്ഷയാണ് ചെന്താമരയ്ക്ക് ലഭിക്കുക എന്ന് ഇരട്ട കൊലപാതകത്തിൽ എന്ത് ശിക്ഷയാണ് ചെന്താമരയ്ക്ക് ലഭിക്കുക എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. 2 പേരെയാണ് ചെന്താമര വകവരുത്തിയത്. അത് ഈ സജിതയുടെ ഭർത്താവായ സുധാകരനെയും അമ്മായിയമ്മ ലക്ഷ്മിയെയുമാണ് വകവരുത്തിയത്. ഇവരെയും കൊലപ്പെടുത്താനുള്ള കാരണം ഈ സംശയം തന്നെയായിരുന്നു. തൻ്റെ കുടുംബം തകർക്കാൻ കാരണമായത് ഈ സജിതയാണ് എന്നാണ് ചെന്താമര പറയുന്നത്. അങ്ങനെ ആ ഒരു വൈരാഗ്യത്തിലായിരുന്നു സജിതയെ കൊലപ്പെടുത്തിയത്. അതേ വൈരാഗ്യം തന്നെയാണ് സുധാകരനോടും അതുപോലെ തന്നെ ലക്ഷ്മിയോടും ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നത്. ആ വൈരാഗ്യത്തിൽ തന്നെയാണ് ഇരുവരെയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അതിന്റെ വിചാരണ നടക്കാനിരിക്കുന്നതേയുള്ളൂ. വിചാരണ കഴിഞ്ഞാൽ മാത്രമേ എന്ത് തരം ശിക്ഷയായിരിക്കും ഈ കേസിൽ ചെന്താമരയ്ക്ക് ലഭിക്കുക എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ടോം. വ്യക്തമാണ്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിലാണ് പ്രതി ചെന്താമരയ്ക്ക് കോടതി ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊല്ലം മുട്ടറ മരുതിമലയിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ച പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അടൂർ പെരിങ്ങനാട് സ്വദേശിനി മീനുവാണ് ഇന്നലെ മരിച്ചത്. പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശിവർണയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അടൂർ പെരിങ്ങനാട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇരുവരും ഇന്നലെയാണ് മരുതിമലയിൽ നിന്നും താഴേക്ക് ചാടിയത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇന്നലെ വൈകിട്ടോടുകൂടി ഏറെ ദാരുണമായിട്ടുള്ള ഈ സംഭവം നമ്മൾ അറിയുന്നു. അതായത് ഒരു പെൺകുട്ടി, 2 9ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ ഈ മരുതുമലയിൽ നിന്ന് താഴേക്ക് ചാടുന്നു. മീനുവിൻ്റെ മരണം സംഭവിക്കുന്നു. ശിവർണ മരണത്തോട് മല്ലടിക്കുന്നു. എന്താണ് ഇരുവരും
ഇവരെങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് അറിയണം. എന്തിനാണ് അത് ജീവനൊടുക്കുക, ആത്മഹത്യ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അവിടെ നിന്ന് ചാടിയത്? അത് അബദ്ധത്തിൽ കാൽ വഴുതി വീണതാണോ? അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്തത്? ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ട് എന്തെങ്കിലും സൂചനകളുണ്ടോ വിനീഷ്? ടോം, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. അതായത് ഇത് കൊട്ടാരക്കരയിലുള്ള കൊട്ടാരക്കര മരുതിമല എന്ന ഒരു ടൂറിസം കേന്ദ്രമാണ്. ഇത് നിരവധി വിനോദസഞ്ചാരികളെല്ലാം എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടെയാണ് അപകടകരമായ രീതിയിൽ 2 വിദ്യാർത്ഥിനികളെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം കാണാനിടയായി. കാരണം വിദൂരതയിൽ നിന്നുള്ള ഒരു കാഴ്ചയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പ്രദേശവാസി പകർത്തുകയും ചെയ്തു. അത് വലിയൊരു തെളിവാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ടോം. ശരിക്കും ഒരു ചെങ്കുത്തായ ഒരു പ്രദേശമാണ്. ഒരു വലിയൊരു പാറക്കെട്ടിൻ്റെ തെന്നി വീഴാവുന്ന ഒരു ഭാഗത്താണ് ഈ 2 വിദ്യാർത്ഥികൾ ഇരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഈ പ്രദേശവാസി ഉടൻ തന്നെ നാട്ടുകാരോട് വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് പോലീസിൽ ഇത് ഈ വിവരം കൈമാറുന്നത്. പോലീസ് എത്തി ഇവരുടെ അടുത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഈ 2 വിദ്യാർത്ഥിനികളും പാറയുടെ മുകളിൽ നിന്നും താഴ്വാരത്തേക്ക് എടുത്ത് ചാടിയത്. ഇത് കൃത്യമായി നാട്ടുകാർ കണ്ടു എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, അവരിയ്ക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവർ വന്ന് വീണ ഭാഗത്ത് അപ്പോൾ നാട്ടുകാർ ഓടിയെത്താൻ തന്നെ പ്രയാസമുള്ളൊരു ഭാഗമാണ്. കാരണം നമുക്കറിയാം, ഒരു കാടുമൂടിയ ഒരു പ്രദേശമാണ്, വലിയൊരു പാറക്കെട്ടും ഒക്കെ ഉള്ളൊരു ഭാഗമാണ്. ഇവിടെ രക്ഷാപ്രവർത്തനം തന്നെ വലിയ ദുഷ്കരമായിരുന്നു. നാട്ടുകാർ വലിയ രീതിയിൽ ഇടപെട്ടാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. എന്തായാലും അവിടെ എത്തിയപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം തന്നെയായിരുന്നു. കാരണം തലച്ചോറടക്കം വെളിയിൽ വന്ന സാഹചര്യമാണ്. മീനുവിനെയാണ് അത്തരത്തിൽ കാണാനിടയായത്. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹപാഠിയെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ വിളിക്കുകയും ഇരുവരെയും സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും സഹപാഠിയായ വിദ്യാർത്ഥിനിയുടെ ജീവന് വേണ്ടിയുള്ള ഒരു ആരോഗ്യ പ്രവർത്തകരടക്കം ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്നു. അതുപോലെ തന്നെ മീനുവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ടോം. അതൊരു വളരെ ദുഃഖകരമാണ്. ഇരുവരും അടൂരുള്ള ഒരു സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നവരാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. ഇവർ അടൂരിൽ നിന്നും ഈ കൊട്ടാരക്കരയിലുള്ള ഈ മരുതിമലയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തി. ആ സമയം ഇവരോട് പരിസരവാസികൾ എല്ലാം പരിശോധിച്ചപ്പോൾ അവരുടെ ഈ സ്കൂൾ ബാഗ് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു. ഒരു ഡയറി മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയതെന്നാണ് പറയുന്നത്. ഡയറിയും ഒരു മൊബൈൽ ഫോൺ കിട്ടി. പക്ഷേ അതിൽ സിമ്മും ഈ ബാറ്ററിയും ഇല്ലായിരുന്നു. അങ്ങനെ ഈ ഡയറി പരിശോധിച്ചപ്പോഴാണ് അതിൽ ഒരു മൊബൈൽ നമ്പർ കാണാനിടയായി. ഈ മൊബൈൽ നമ്പർ വിളിച്ചപ്പോൾ ഇവരുടെ ഒരു സുഹൃത്താണ് ഫോൺ എടുത്തത്. സുഹൃത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഇവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി പോലീസിന് ലഭ്യമായത്. അങ്ങനെയാണ് ഇവരുടെ വീട്ടുകാരെ വിവരം അറിയിക്കുന്നു. രാത്രി തന്നെ ഇവരുടെ രക്ഷിതാക്കളെല്ലാം തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും ഈ മീനുവിൻ്റെ സഹപാഠിയായ വിദ്യാർത്ഥിനി ഇപ്പോഴും ജീവനോട് മല്ലിട്ടുന്ന ഒരു സാഹചര്യമാണ്. വെന്റിലേറ്ററിൽ തുടരുകയാണ്. പോലീസിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം ഈ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. ഇവരുടെ മാതാപിതാക്കളിൽ നിന്നും മൊഴികൾ രേഖപ്പെടുന്നുണ്ട്, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പോലീസിന്, അതായത് നമ്മുടെ ഈ പുയപ്പള്ളി പോലീസിന് പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധനയിൽ അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടികൾ വീട്ടിൽ നിന്നും വീട് വിട്ട് സ്കൂളിലേക്ക് വന്നപ്പോൾ അന്ന് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ ബാഗ് അധികം പുസ്തകങ്ങളൊന്നും തന്നെ കരുതിയില്ല എന്ന് പറഞ്ഞു. യൂണിഫോം അല്ലാത്ത ഡ്രസ്സാണ് ഇവർ ധരിച്ചിരുന്നത്. അങ്ങനെ ഇവർ സ്കൂളിലെത്തി തിരിച്ച് വീട്ടിലേക്ക് എത്താതെ ആയപ്പോഴാണ് ഇവർ മാതാപിതാക്കൾ പരാതി നൽകിയത്. അടൂർ പോലീസിലാണ് പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ് ഇവരെ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ കാണാൻ ഇടയായത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യവും ഉണ്ടായത് ടോം. എന്തായാലും അങ്ങേറ്റം വളരെ വിഷമകരമായൊരു സാഹചര്യം തന്നെയാണ്. കുടുംബാംഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? രണ്ടുപേർക്കും സംബന്ധിച്ച് എന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ? വീട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത്, ഈ രണ്ടുപേരും 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. തനിച്ചാണോ ഈ അടൂരിൽ നിന്നും ഈ മരുതുമലയിലേക്ക് എത്തിയത്? ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? അത്തരം എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോം, ഇതുവരെയും നാട്ടുകാർ കണ്ടത് ഒരു 2:30 മണിക്ക് സമയത്താണ്. 2:30 മണിയായപ്പോൾ ഇവർ ഈ ഒരു പാറക്കെട്ടിൽ ഇരിക്കുന്നതായിട്ട് കണ്ടിരുന്നു. പക്ഷേ വലിയ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു മഴയുടെ ഒരു സാഹചര്യമായിരുന്നു. മഴയൊക്കെ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് വലിയ വെയിലില്ലായിരുന്നു ഈ പാറപ്പുറത്തിരുന്ന സമയത്ത്. അങ്ങനെ നാട്ടുകാർ ഇങ്ങനെ അധിക സമയം കുട്ടികളിങ്ങനെ ഇരുന്നപ്പോൾ തന്നെ അവർക്ക് സംശയം തോന്നിയിരുന്നു. അവർ ഉടനെ തന്നെ പ്രദേശവാസികളെല്ലാം തന്നെ ഇവരെ നിരീക്ഷിക്കുകയും ചെയ്തു.
അപ്പോൾ നമുക്കിപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം, ഇവർ വീട് വിട്ടിറങ്ങാനുണ്ടായ സാഹചര്യം ശരിക്കും ഈ മാതാപിതാക്കളിൽ നിന്ന് പറയുന്നു വീട്ടിൽ യാതൊരു പ്രശ്നവും തന്നെ ഇവർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെ വീട് വിട്ട് നിൽക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതിൽ വേറെ നിർണായകമായ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ടോം. ഈ രക്ഷാപ്രവർത്തന സമയത്ത് ഒരാൾക്ക് ജീവനുണ്ടായിരുന്നു. അയാൾ നാട്ടുകാരോട് പറഞ്ഞത് എനിക്ക് വീട്ടിലേക്ക് പോകണ്ട, എന്നെ വീട്ടിൽ പറഞ്ഞു വിടരുത് എന്നിങ്ങനെ പറഞ്ഞതായിട്ട് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് ആംബുലൻസിലേക്ക് ഇവരെ കയറ്റിയപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകണ്ട, വീട്ടുകാർ അങ്ങനെ ഒരു കാര്യം ഈ കുട്ടി പറഞ്ഞു. അത് ശരിക്കും പോലീസിന് ആ വിവരം നാട്ടുകാർ കൈമാറിയിട്ടുമുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്താണ് ആ കുട്ടി അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നതിനെക്കുറിച്ച് അന്വേഷിക്കും. പക്ഷേ വീട്ടുകാർ പറയുന്നത് വീടുമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല, കുട്ടി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഈ മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നും മജിസ്ട്രേറ്റ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനായിട്ട് വൈകുന്നേരം ഈ സംഭവം ഉണ്ടാകുന്നതുവരെയും, ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നവരെയും മറ്റാരും വീട്ടുകാരോ സ്കൂൾ അധികൃതരോ ഈ കുട്ടികളെ കുറിച്ച് അന്വേഷിച്ചിരുന്നില്ലേ? അതേക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. കാരണം ഇവർ പ്രത്യേകിച്ചും യുവജനോത്സവം മറ്റ് സ്കൂളിലെന്തോ പരിപാടികൾ നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇവർ സ്കൂളിലെത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഇതിന് ശേഷമാണോ, അതായത് ഈ അപകടം നടന്ന ശേഷമാണോ ഈ കുട്ടികളെ കാണാനില്ലെന്ന കാര്യം ബന്ധുക്കളും സ്കൂൾ അധികൃതരും അറിയുന്നത്? ടോം, നമുക്കറിയാൻ കഴിയുന്നത് ശരിക്കും ഈ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്താനുള്ളൊരു സമയമുണ്ടല്ലോ, ഈ സമയം ആയപ്പോഴും കുട്ടി തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പോഴാണ് മാതാപിതാക്കൾ പോലീസിനെ സമീപിക്കുന്നത്. അപ്പോഴും തന്നെ പരാതിയും നൽകി. അടൂർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു വരവെയാണ് ഇവരെ ഒരു 6:30 മണി സമയത്ത് ഇങ്ങനെ കാണാൻ ഇടയായത്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ 2-3 മണി സമയത്ത് ഈ വിദ്യാർത്ഥിനികളെ കണ്ടതായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം കണ്ട. പക്ഷേ അപ്പോൾ തന്നെ ഒരുപക്ഷെ ഇത് പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പോലീസ് ഇടപെട്ട് ഇവരെ രക്ഷിക്കാമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം ഈ 6 മണി സമയത്താണ് ഇത് അറിയുന്നത്. 4 മണി ആയപ്പോഴാണ് ഇവർ പരാതിയും നൽകുന്നത്. അതായത് ഈ മാതാപിതാക്കൾ പരാതി നൽകുന്നത് ഈ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്താത്തതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പരാതി നൽകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അങ്ങോട്ട് തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ദുരന്തവും സംഭവിച്ചിരിക്കുന്നത്. ഇവർ ഇരുന്ന സമയത്ത് ഈ നാട്ടുകാർ പോലീസ് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞെങ്കിലും കേൾക്കാൻ കഴിയാത്തത്രയും ദൂരത്താണ് ഇവർ ഇരിക്കുന്നത്. പക്ഷേ അവിടെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ചില ജീവനക്കാരുണ്ട്. ഈ ജീവനക്കാരിൽ ഒരാൾ, ഒരു വാച്ചർ, ഇവരിരുന്ന ഭാഗത്ത് നിന്ന് ബാക്കിൽ നിന്ന് ഇവരെ വിളിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ അയാളുടെ ആ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഈ വിദ്യാർത്ഥിനികളിൽ ഒരാൾ എടുത്ത് പെട്ടെന്ന് താഴ്വാരത്തേക്ക് ചാടിയത്. ഇത് കണ്ടപ്പോൾ തന്നെ തൊട്ടടുത്തിരുന്ന ആൾ വീണ്ടും ചാടുകയായിരുന്നു. അങ്ങനെയാണ് ഇതൊരു ദുരന്തത്തിലേക്ക് എത്തിയത് കേട്ടോ. എന്തായാലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അങ്ങേയറ്റം ദുഃഖകരമായത് ഒരു സംഭവമായി മാറിയിരിക്കുന്നത്. നാടിനെ ഒരു നടുക്കിയ ഒരു സംഭവം തന്നെയാണ്. ആ പ്രദേശവാസികളടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ പോയിരുന്നപ്പോൾ ഈ വാർത്ത ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവരങ്ങനെയാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ളൊരു സംഭവം ഈ മുൻപും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ വിദ്യാർത്ഥിനികൾ ഇവിടെ വരുന്നു, മറ്റ് ലഹരിയുടെ ഉപയോഗങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രദേശവാസികൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഉപരോധം അടക്കം നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തണം, CCTV സ്ഥാപിക്കണം, അതൊക്കെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കണം എന്നുള്ള വലിയൊരു ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. കൊല്ലം മരുന്നുമലയിലെ അപകടത്തിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു. മീനു, അതായത് അടൂർ സ്കൂളിലെ മീനു എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. ശിവർണ, മീനുവിൻ്റെ സഹപാഠിയായിട്ടുള്ള ശിവർണ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരെന്തുകൊണ്ടാണ് അവിടെ, എങ്ങനെയാണ് അവിടെ എത്തിയത്, എന്തിനാണ് ഇങ്ങനെ മരിക്കാൻ തീരുമാനിച്ചത്, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണതയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. കുടുംബാംഗങ്ങളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ഇനി വീട്ടിലേക്ക് പോകേണ്ട എന്ന് ആ പെൺകുട്ടി പറഞ്ഞതിൻ്റെ കാരണം എന്തായിരിക്കാം? വീട്ടിൽ എന്തെങ്കിലും മാനസികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്നോ? ഇതേക്കുറിച്ചും പോലീസ് പരിശോധിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ഡൽഹിയിൽ രാജ്യസഭാ MP-മാർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ വൻ തീപിടുത്തം. ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ് അപകടമുണ്ടായത്. അഗ്നിരക്ഷാസേന തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് സുധാ ബിജുയായിരുന്നു. അജയ്, ഇതെപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഈ തീയണയ്ക്കാനുള്ള ശ്രമം, ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം?
ഇന്ന് ഉച്ചയ്ക്ക് 12:30-1 മണിക്കും ഇടയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നാണ് വിവരം ലഭിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ദീപാവലി കാലമാണ്. ഡൽഹിയിൽ ഈ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ഇവിടേക്ക് തീ പടർന്നു എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് ചില വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ, ഈ എംപിമാർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ ആദ്യത്തെ നിലയിൽ ഒരു ഗോഡൗൺ പോലൊരു ഭാഗമുണ്ടായിരുന്നു. ഇവിടെ ചില പഴയ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്ക് തീ പടരുകയും അതിനെ തുടർന്ന് അത് മറ്റ് നിലകളിലേക്ക് ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ നില, ഈ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ, ഈ തീപിടിച്ച ബ്രഹ്മപുത്ര അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ആദ്യത്തെ നില പൂർണ്ണമായിട്ട് കത്തി നശിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇവിടെ ഈ ഗോഡൗണിൽ തീപിടിച്ച് അത് ആദ്യം ഒരു ഫ്ലാറ്റിലേക്ക് പടർന്നു. അതിനുശേഷം അത് മറ്റ് ഫ്ലാറ്റുകളിലേക്കും തുടർന്ന് പടർന്നു പിടിക്കുകയായിരുന്നു. ഒന്നാമത്തെ നില പൂർണ്ണമായിട്ട് കത്തി നശിച്ചു. രണ്ടാമത്തെ നിലയിലും സാരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് തീ പടർന്നതിനാൽ പെട്ടെന്ന് തന്നെ മറ്റ് നിലകളിലേക്ക് ഇങ്ങനെ തീ പടർന്നു പിടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഇപ്പോഴും ഒരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീ അണയ്ക്കാനായിട്ട് ശക്തമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റുകളാണ് സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അവർ പുറത്തുനിന്ന് അകത്തേക്ക് വെള്ളം ചീറ്റി തീ ഇപ്പോൾ നിലവിൽ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യസഭാ സമ്മേളന കാലമല്ലാത്തത് കൊണ്ട് എംപിമാർ അധികം പേരൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. എന്നാൽ അവരുടെ ജീവനക്കാരും അതുപോലെ തന്നെ ചില കുടുംബാംഗങ്ങളും ഈ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇവർക്ക് ആർക്കും ആളപായം ഏറ്റിട്ടില്ല എന്നുള്ളത് തീർത്തും ആശ്വസിക്കാവുന്ന കാര്യമാണ്. ആർക്കും പരിക്കേറ്റിട്ടില്ല, ആളപായമില്ല എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. 8 നിലകളുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് ഇത്തരത്തിൽ വലിയ ഒരു തീപിടുത്തമുണ്ടായത്. പല ഉപകരണങ്ങളും അതുപോലെ തന്നെ ഓഫീസുകൾ, ഈ എംപിമാരുടെ ഓഫീസുകളിൽ ചിലതും കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്തെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇക്കാര്യം സ്ഥിരീകരിക്കാറായിട്ടില്ല. നിലവിൽ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത്, ഇപ്പോൾ ദീപാവലി കാലമായതിനാൽ തന്നെ ഇതിൻ്റെ ഈ ഫ്ലാറ്റിന് പുറത്ത് വെച്ച് ചില കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള ചില വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ നിന്ന്, പടക്കങ്ങളിൽ നിന്ന് തീ പടർന്നത് ആകാം എന്നാണ് നിലവിൽ പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എംപിമാരുടെ ഓഫീസുകൾ ഉൾപ്പെടെ കത്തി നശിച്ച സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വലിയ അപകടമാണ്. അതീവ സുരക്ഷാ മേഖല ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, ഈ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെൻറ്റ്സിലാണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമേ വ്യക്തമായിട്ടുള്ള ഒരു വിവരം, ഇതിൻ്റെ ഒരു ചിത്രം പുറത്തു വരികയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 6 അഗ്നിരക്ഷാ സേന അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ആളുകളാരും ഫ്ലാറ്റിനകത്ത് തീപിടുത്തം നടന്ന സമയത്ത് ഇല്ലായിരുന്നെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഫ്ലാറ്റിനകത്ത് തീർച്ചയായിട്ടും ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സമ്മേളന കാലം അല്ലാത്തത് കൊണ്ട് എംപിമാരാരും ഫ്ലാറ്റിനകത്ത് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്നാൽ അവരുടെ കുറച്ചെങ്കിലും എംപിമാരുടെ സ്റ്റാഫുകളും അതുപോലെ തന്നെ ചില കുടുംബാംഗങ്ങളും ഫ്ലാറ്റിനകത്തുണ്ടായിരുന്നു. എന്നാൽ തീപിടിച്ച് ഈ ഗോഡൗണിനകത്ത് തീപിടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾ പെട്ടെന്ന് തന്നെ ഈ പുറത്തേക്ക് ഇറങ്ങുകയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയൊരു അപകടമുണ്ടായത് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ ഗോഡൗണിൽ ആണ് ആദ്യഘട്ടത്തിൽ തീപിടിച്ചത്. ആദ്യഘട്ടത്തിൽ ഗോഡൌണിൽ തീപിടിച്ചപ്പോൾ തന്നെ ഈ ജീവനക്കാർക്ക്, ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് മറ്റുള്ളവരെ വിവരം അറിയിക്കാനും ഇവിടെ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടാനും സാധിച്ചു. അത് കാരണമാണ് ആർക്കും നിലവിൽ പരിക്കേറ്റിട്ടില്ലാത്തത്. വലിയൊരു അപകടമാണ് ഇതിലൂടെ ഒഴിവായത്. ഒരുപക്ഷെ ലോക്സഭാ സമ്മേളന കാലമായിരുന്നുവെങ്കിൽ എംപിമാരുൾപ്പെടെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്കും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളിലേക്കും ഇത് എത്തിച്ചേനെ. എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പല എംപിമാരുടെയും ഓഫീസുകൾ ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട്. പല നിർണായകമായിട്ടുള്ള രേഖകളും കത്തി നശിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഒന്നാമത്തെ നില പൂർണ്ണമായിട്ടും കത്തി നശിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഗോഡൌണിൽ നിന്ന് മറ്റ് ഫ്ലാറ്റുകളിലേക്ക് പടർന്ന ഒന്നാമത്തെ നിലയിലെ ഫ്ലാറ്റുകളെല്ലാം പൂർണ്ണമായിട്ട് നശിച്ചു. രണ്ടാമത്തെ നിലയിലും ഭാഗികമായിട്ട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇപ്പോഴും ഏതെങ്കിലും ഫ്ലാറ്റിനകത്ത്
സ്ഥലത്ത് തീ നിലവിലും പടർന്ന് പിടിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എന്തായാലും അഗ്നിരക്ഷാസേന ഇപ്പോൾ ഏകദേശം ഏറെക്കുറെ തീ അണച്ചു നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിലെ ഒരു സ്ഥിതിഗതികൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ ഇതിലെന്തെങ്കിലും മറ്റ് കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത്. ഡൽഹിയിൽ രാജ്യസഭാ എംപിമാർ താമസിക്കുന്ന ഫ്ളാറ്റിലാണ് വൻ തീപിടുത്തമുണ്ടായത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. കാസർഗോഡ് മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിനിടെ കൂട്ടത്തല്ല്. പോലീസ് ലാത്തി വീശിയതോടെ പരസ്പരം ഏറ്റുമുട്ടിയവർ പിന്നീട് സംഘം ചേർന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. സംഭവത്തിൽ 50 പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. കലോത്സവത്തിനിടയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, സാധാരണ ഈ സ്കൂളിനുള്ളിൽ കലോത്സവത്തിനിടെ ചെറിയ കുട്ടികൾ തമ്മിൽ ചെറിയ വാക്ക് തർക്കവും മറ്റുമൊക്കെ ഉണ്ടാകാറുണ്ട്, ചെറിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ തെരുവിലേക്ക് വരെ നീളുന്നു സംഘർഷം. എന്താണ് സംഭവിച്ചത് ബൈജു? അതെ ടോമേ, നമ്മുടെ കലാലയങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത, പ്രത്യേകിച്ച് അത് സ്കൂളുകളിലായാലും കോളേജുകളിലായാലും വല്ലാത്ത ആശങ്കപ്പെടുത്തുന്നതാണ്, അതോടൊപ്പം ഭയപ്പെടുത്തുന്നതാണ്. അത്തരത്തിലാണ് മൊഗ്രാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഈ ഒരു കൂട്ടത്തല്ല്. ഇത് ടോം പറഞ്ഞതുപോലെ തന്നെ ഈ കലോത്സവത്തിൽ ചെറിയ തോതിലുള്ള സംഘർഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കൂട്ടമായി വലിയ തോതിൽ അത് തെരുവിലേക്ക് ഇറങ്ങി അത് വലിയ തോതിലുള്ള അക്രമമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അതായത് ഈ കലോത്സവത്തിന്റെ ഏറ്റവും സമാപന ദിവസമാണ് ഇത്തരത്തിലൊരു കൂട്ടത്തല്ലുണ്ടായത്. ഈ സ്കൂളിലെ കുട്ടികൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ വലിയ തർക്കമാവുകയും പിന്നീട് അത് തെരുവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടൊപ്പം സമീപ പ്രദേശങ്ങളിലെ സ്കൂളിലെ കുട്ടികളും അതോടൊപ്പം ചില യുവാക്കളും ചേർന്നതോടുകൂടിയാണ് വലിയ സംഘർഷമുണ്ടായത്. ഏതായാലും ഈ സ്കൂളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ കലോത്സവത്തിന്റെ അവസാന നാളുകളിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള അക്രമം അല്ലെങ്കിൽ കൂട്ടയടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പോലീസിൽ ഈ വിവരം അറിയിച്ചിരുന്നു ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കണമെന്ന കാര്യത്തിൽ. അങ്ങനെയാണ് പോലീസ് അവിടെ സാന്നിധ്യം ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഈ കാര്യത്തിൽ ഇടപെട്ടു. ഈ കുട്ടികളെ തമ്മിൽ തല്ലുന്ന കുട്ടികളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിച്ചാർജ് വരെ പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് അങ്ങനെയാണ് ഈ റോഡിലേക്ക് ഇറങ്ങിയ ഈ കുട്ടികളെ ലാത്തിച്ചാർജിലൂടെയാണ് പോലീസ് പിരിച്ചുവിടുന്നത്. എന്തായാലും ഈ ലാത്തിച്ചാർജിൽ കുറെ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സ തേടിയിട്ടുള്ളത്. 50ഓളം കുട്ടികൾക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുമ്പള പോലീസ് 50ഓളം പേർക്കെതിരെ ഇപ്പോൾ കേസും എടുത്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ കുമ്പള മൊഗ്രാൽ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ഈ റോഡിലേക്ക് ഇറങ്ങിയുള്ള ഈ കുട്ടികളുടെ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ടോം എത്രത്തോളം കുട്ടികളാണ് ആ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടതെന്നത്. വളരെ നിസ്സാരമായ ഒരു പ്രശ്നം. പുറമെ നിന്നുള്ള കുട്ടികൾ എത്തിയിരുന്നു, മുതിർന്ന ആളുകൾ, ചില യുവാക്കൾ അവിടെ എത്തിയിരുന്നു. ബോധപൂർവം അവിടെ ഒരു സംഘർഷം സൃഷ്ടിച്ചതാണോ? പോലീസ് ഇപ്പോൾ എത്ര പേർക്കെതിരെയാണ് നടപടിയെടുത്തത്? ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. പോലീസ് ഇത്തരം കാര്യങ്ങളുമായി അന്വേഷണവുമായി മുന്നോട്ട് പോയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 50ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഘർഷം ആദ്യം ഉണ്ടായത് ഈ സ്കൂളിൽ നിന്നാണ്. ഈ കലോത്സവത്തിന്റെ അവസാന ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന ദിവസം ഇത്തരത്തിലൊരു ചെറിയ പ്രശ്നം, വളരെ നിസ്സാരമായ ഒരു പ്രശ്നം, അത് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്കാവും. പിന്നീട് അത് റോഡിലേക്ക് ഇറങ്ങിയതോടുകൂടിയാണ് മറ്റു സ്കൂളുകളിലെ കുട്ടികളും ഈ സംഘർഷത്തിന്റെ ഭാഗമാവുന്നത്. അതോടൊപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏതാനും യുവാക്കളും ഈ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടു. അതോടുകൂടി വലിയ തോതിലുള്ള ഒരു കൂട്ടത്തല്ല് തന്നെ അവിടെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതാണ് പോലീസിനെ ഇവരെ പിരിച്ചുവിടാൻ ഇത്തരത്തിൽ ലാത്തി ചാർജ് പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. അതോടൊപ്പം ഇതിൽ ചില പരാതികളും ഉയർത്തിയിട്ടുണ്ട്. അതായത് നിരപരാധികളായ ആളുകൾക്ക് നേരെയും പോലീസിന്റെ ലാത്തിയടി കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ആശയം കൂടി ഉയർന്നിട്ടുണ്ട്. അതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ PTA കമ്മിറ്റിയും ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത മുൻനിർത്തി ഇവിടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് അവിടെ സ്ഥലത്തുണ്ടായതുകൊണ്ട് തന്നെ വലിയ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാതെ അത്
പോലീസിനെയും വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ലാത്തിച്ചാർജിലൂടെ ഇവരെ പിരിച്ചുവിടാൻ സാധിച്ചു എന്നതാണ് ഇതിൽ ആശ്വാസം. എന്നാലും ഈ സ്കൂളുകളിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. അത് ഒരു പക്ഷേ ഇത്തരത്തിൽ ഇനിയും കലോത്സവത്തിന്റെ ഒരു സമയമാണ്. ഇനി ഓരോ ദിവസവും ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ വലിയ ജാഗ്രത പുറത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ 50ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തതായിട്ട് ഇപ്പോൾ വിവരമില്ല. പോലീസ് സംബന്ധിച്ച അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ പേർക്കെതിരെ കേസ് എടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. നിലവിൽ 50 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. വ്യക്തമാണ്. കാസർഗോഡ് മൊഗ്രാൽ സർക്കാർ സ്കൂളിലാണ് കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. സ്വർണ്ണമോഷണത്തിനായി അയൽക്കാരി കെട്ടിയിട്ട് തീ കൊളുത്തിയ വീട്ടമ്മ മരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശിനി ലതാകുമാരിയാണ് മരിച്ചത്. കുറ്റകൃത്യം ചെയ്ത പോലീസുകാരന്റെ ഭാര്യ സുമയ്യ അറസ്റ്റിലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നത്. അതായത് ഈ പോലീസുകാരൻ്റെ ഭാര്യയായ സുമയ്യ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി ലതാകുമാരിയെ കെട്ടിയിട്ട് സ്വർണം തട്ടിയെടുക്കുന്നു. അതിനുശേഷം വീടിന് തീ കൊളുത്തുന്നു. ഈ സംഭവത്തിൽ കവർച്ചാ കുറ്റവും മോഷണക്കുറ്റവും വധശ്രമത്തിനുള്ള കേസുകളുമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഇപ്പോൾ ഈ ലതാകുമാരിയുടെ മരണം സംഭവിച്ച സാഹചര്യത്തിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടോ? അത്തരം നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊലക്കുറ്റം കൂടി ഇപ്പോൾ ചുമത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒക്ടോബർ 9-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നത്. കീഴ്വായ്പൂർ സ്വദേശിയായ ലതാകുമാരിയാണ് ഈ തൊട്ട് അടുത്ത് താമസിക്കുന്ന പോലീസുകാരന്റെ ഭാര്യ ഈ സുമയ്യ എന്ന് പറയുന്ന പ്രതി വീട്ടിലെത്തി തീ കൊളുത്തി കൈയും കാലും കെട്ടിയിട്ട് തീ കൊളുത്തി കൊലപ്പെടുന്നത്. എന്തായാലും അത് പ്രധാനമായും പറയുന്നത് ഈ സുമയ്യ ഈ ലതാകുമാരിയോട് പണം ആവശ്യപ്പെട്ടത്. കാരണം ഈ സുമയ്യക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പ്രധാനമായും ഓഹരി ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സുമയ്യ ലതാകുമാരി എന്നും പണം ആവശ്യപ്പെട്ടത്. ആ പണം പണം നൽകിയില്ല. എന്നാൽ ആഭരണങ്ങൾ നൽകാൻ പറഞ്ഞു. ആഭരണങ്ങൾ നൽകാൻ തയ്യാറായില്ല. ഇതിന്റെ ഒരു പ്രകോപനത്തിലാണ് ഈ ലതാകുമാരിയെ കൈയും കാലും കെട്ടിയിട്ടതിനു ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി വീടിനും തീ കൊളുത്തിയതിനു ശേഷം സുമയ്യ തൊട്ടടുത്തേക്ക് പോവുകയും ചെയ്തു. അന്ന് തന്നെ ഈ ലതാകുമാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സുമയ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും റിമാൻഡിലാണ് അവർ. ഈ സമയത്താണ് എന്തായാലും ഈ തൊട്ടടുത്ത് വലിയ ഗുരുതരമായി പൊള്ളലേറ്റ ലതാകുമാരിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ചികിത്സയിലായി ഇരിക്കെയാണ് ഇന്നലെ രാത്രി മരിച്ചത്. നിലവിൽ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരന്റെ ഭാര്യയാണ് ഇത്തരത്തിലുള്ള കൃത്യം ചെയ്ത് ഈ സുമയ്യ എന്ന് പറയുന്നത്. ഈ സുമയ്യക്കെതിരെ ഓഹരി ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ ഭർത്താവ് അറിയാതെയാണ് നടത്തിയിരുന്നത്. അതിൽ വലിയ കടബാധ്യത ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സുമയ്യയ്ക്ക് ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും പരിചയക്കാരാണ്. കീഴ്വായ്പൂർ സ്റ്റേഷന്റെ തൊട്ടടുത്ത പോലീസ് ക്വാർട്ടേഴ്സിലാണ് പ്രതിയായ സുമയ്യ താമസിച്ചത്. അതിനോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കൊല്ലപ്പെട്ട ലതാകുമാരിയും താമസിച്ചത്. മല്ലപ്പള്ളി പഞ്ചായത്തിലെ ആശാ വർക്കർ കൂടിയാണ് ഈ ലതാകുമാരി. എന്തായാലും ഈ നിരന്തരം ഇവർ പരിചയമുണ്ടായിരുന്നു. ആ പരിചയം വെച്ചാണ് ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടത്. ആ പണം ആദ്യഘട്ടത്തിൽ നൽകിയില്ല. പിന്നീടാണ് ആഭരണങ്ങൾ പണയം വെക്കാനായി ആവശ്യപ്പെട്ടത്. അത് തരാത്തതിനെ തുടർന്നാണ് ഈ വീട്ടിലെത്തി ഇത്തരത്തിൽ അവർ തമ്മിൽ വാക്കേറ്റമുണ്ടാകും. പിന്നീട് കൈയും കാലും കെട്ടിയിട്ടതിനു ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും വീടിനും തീയിട്ടതിനു ശേഷം സുമയ്യ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ തീ കൊളുത്തിയ സമയത്ത് തന്നെ ലതാകുമാരി വളരെ അലറി വിളിച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്കാണ് ഓടിച്ചെന്നത്. അപ്പോൾ തന്നെ പോലീസുകാർ ലതാകുമാരിയുടെ മൊഴിയെടുക്കുകയും ആശുപത്രിയിലെത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ പ്രതിയായ സുമയ്യയെ പിടികൂടിയത്. എന്തായാലും അറസ്റ്റിലാണ് അവർ. നിലവിൽ വധശ്രമം, അതുപോലെ തന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറുക എന്നുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. മോഷണ കുറ്റമുണ്ട്. അതിലുപരിയായിട്ട് ഇപ്പോൾ ഈ കൊലക്കുറ്റം കൂടി ചുമത്തുമെന്നാണ്. തീർച്ചയായും ഇവരെ എങ്ങനെയാണ് ഈ അവരുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഓൺലൈൻ അത് ലോൺ ആപ്പ് വഴിയുള്ള നിരവധി തുക അവർ ലോൺ എടുത്തിരുന്നു, വായ്പ എടുത്തിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ ഈ ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് ലതാകുമാരിയുടെ സ്വർണം കവർ ചെയ്യാൻ ആസൂത്രണം നടത്തിയത്. പിന്നീട് അവരെ കൊലപ്പെടുത്താനുള്ള നീക്കം. കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം തന്നെ സുമയ്യക്കുണ്ടായിരുന്നോ?
ടോം, നിരവധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ഓഹരി ട്രേഡിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുമ്പോൾ അവിടെല്ലാം പരാജയം സംഭവിച്ചു, പണം നഷ്ടപ്പെട്ടിരുന്നു. അതെല്ലാം ഈ മൊബൈൽ ആപ്പ് വഴി പല ലോണുകൾ എടുത്തിട്ടുണ്ടായിരുന്നു സുമയ്യ. അതൊക്കെ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വലിയൊരു സാമ്പത്തിക ബാധ്യത ഈ സുമയ്യക്കുണ്ടായി. അത് ഭർത്താവിനോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഈ ഒരു മാനസിക പ്രയാസത്തിലാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് പരിചയക്കാരിയായ തൊട്ടടുത്ത് താമസിക്കുന്ന ലതാകുമാരിയെ സമീപിക്കുന്നത്. ലതാകുമാരി ആദ്യം പണമാണ് ആവശ്യപ്പെട്ടത്, പണം നൽകാൻ തയ്യാറായില്ല. പിന്നീടാണ് ഈ സ്വർണം പണയം വെക്കാനായി ചോദിച്ചത്. അതും നൽകാതെ വന്നപ്പോഴാണ് ഈ പെട്ടെന്ന് തന്നെ ഇത് കവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, സ്വർണം കവർന്നെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്രമിച്ച് ഈ കൈയും കാലും കെട്ടിയിട്ടതിന് ശേഷം ഈ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് തീയിട്ടത്. എന്തായാലും ഒരു കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആഭരണങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ സുമയ്ക്കുണ്ടായിരുന്നു. പോലീസ് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് ലഭിക്കാതെ വന്നപ്പോഴാണ് പിന്നീട് ഈ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത് ആരെങ്കിലും പുറത്തു പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് കൈയും കാലും കെട്ടിയിട്ട് ഈ മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അവിടുന്ന് രക്ഷപ്പെട്ട് ലതാകുമാരി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്കാണ് ഓടി വരുന്നത്. ഭാഗ്യമായി പൊള്ളലേറ്റ ലതാകുമാരിയെ അപ്പോൾ തന്നെ പോലീസുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഇന്ന് രാത്രിയിലാണ് ലതാകുമാരിയുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കൊലക്കട്ടത്തിലൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഈ പറയുന്ന മോഷണ കുറ്റം, അതിന് വീട്ടിൽ അതിക്രമിച്ച് കിടക്കുക തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമെ ഇപ്പോൾ കൊലക്കുറ്റം കൂടി ചുമത്തുമെന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള മോഷണം ആസൂത്രണം ചെയ്തതാണ്. പക്ഷെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ ഇപ്പൊ ഈ വാക്കേറ്റവും പ്രതികരണം ഉണ്ടായ സമയത്താണ് ഈ സുമയ്യ ഈ ലതാകുമാരിയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. ശശിധരനാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണ മോഷണത്തിനായി അയൽക്കാരെ കെട്ടിയിട്ട് തീ കൊളുത്തിയ വീട്ടമ്മ മരിച്ചുവെന്ന വാർത്ത ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുറത്തു വന്നത്. ഇതോടെ പ്രതി സുമയ്യക്കെതിരെ കൊലക്കുറ്റം പോലീസ് ചുമത്തും. തിരുവനന്തപുരം കാരോട് കഴക്കൂട്ടം ബൈപ്പാസിൽ സ്കൂട്ടർ യാത്രക്കാരെ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി പണവും സ്വർണവും കവരുന്ന സംഘത്തിലെ 2 പേർ പിടിയിൽ. ആയിര സ്വദേശി ബിബിൻ, കാരോട് സ്വദേശി സുജൻ എന്നിവരാണ് പൊഴിയൂർ പോലീസിന്റെ പിടിയിലായത്. കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ച ബൈക്ക് തടഞ്ഞു നിർത്തി അവരിൽ നിന്നും കൈവശമുണ്ടായിരുന്ന വാച്ചും പണവും തട്ടിയെടുത്ത കേസിലാണ് പോലീസിന്റെ നടപടി. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ മോഹൻ, ഇവിടെ പതിവായി, അതായത് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഈ ബൈപ്പാസ് മേഖലയിൽ സ്കൂട്ടർ യാത്രക്കാരെ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി സ്വർണവും പണവും തട്ടിയെടുക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഈ 2 പേരും. ഇതുകൂടാതെ ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകൾ ഇവർ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ടോം, ഇവര് സ്ഥിരം കുറ്റവാളികളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാരോട് കഴക്കൂട്ടം ബൈപ്പാസിലെ ബൈക്ക് യാത്രികരെ തടഞ്ഞു നിർത്തി അവരിൽ നിന്ന് സ്വർണവും പണവും ഉൾപ്പെടെ തട്ടിയെടുക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളിൽ ഒരാളെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 14-ാം തീയതിയായിരുന്നു ഇവരിപ്പോൾ അറസ്റ്റിലാവാനുള്ള കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഈ പറയുന്ന ബിബിൻ ഒപ്പം കാരോട് സ്വദേശിയായ ബിബിനും ഒപ്പം സുജനും ഇവർ 2 പേരും കൊല്ലം സ്വദേശികളായ 2 പേരെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിൽ നിന്ന് അവരുടെ വാച്ച് ഊരി വാങ്ങുന്നു, അവരുടെ പണം ഏകദേശം 10,000-ഓളം രൂപ കൈക്കലാക്കുന്നു, തുടങ്ങിയ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു പൊഴിയൂർ പോലീസ് കേസെടുത്തത്. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ എല്ലാ ആക്രമണങ്ങളും നടത്തുന്നത് CCTV ഇല്ലാത്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ആക്രമണം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇവർക്ക് പണി പാളി എന്ന് തന്നെ പറയാം. കാരണം ഇവർ നിന്ന സ്ഥലത്ത് CCTV ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അത് കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന പരിശോധനയായിരുന്നു ഇവരിലേക്ക് എത്തുന്നതും തുടർന്ന് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും. കൂടുതൽ പോലീസ് ഇവരെ കുറിച്ച് ചോദ്യം ചെയ്തു. കാരണം കൂടുതൽ പ്രതികൾ ഇതിനകത്തുണ്ടോ എന്നും ഇനി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കാരണം ഇവർ സംഘം ചേർന്നാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം യാത്ര വരുന്ന, ഒറ്റയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ദമ്പതികളായി വരുന്ന ഇവരെയൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പിടിയിലായ പ്രതികളെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ടോം, ഈ 2 പേർ, ഇവരെ കൂടാതെ ഈ ബൈപ്പാസ് മേഖല കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ? ഈ പോലീസിന്റെ അന്വേഷണം ഈ 2 പേരിൽ മാത്രം ഒതുങ്ങുമോ അരുൺ മോഹൻ? ഇല്ല ടോം, അങ്ങനെ ഇപ്പം നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ പ്രതികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ പിടിയിലായ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അതിൽ നിന്നൊരു വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസ്
നമ്മളോട് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ 14-ാം തീയതി നടന്ന സംഭവത്തിൽ വളരെ ദ്രുതഗതിയിൽ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം പലപ്പോഴും അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന യാത്രികരാണ് കൂടുതലും ഇതുവഴി പോകുന്നതെന്നുള്ളതാണ്. ഇത്തരം ആക്രമണം ഉണ്ടായാൽ അവർ അത് പോലീസിൽ പരാതിപ്പെടാതെ അങ്ങ് പോകുന്നതാണ് പതിവ്. എന്നാൽ പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ ഇവർ സമയബന്ധിതമായി തന്നെ പോലീസിനെ സമീപിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളെ പിടികൂടാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം. വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് 20 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മയ്യനാട് സ്വദേശി അനിൽകുമാറിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഒഡീഷയിൽ നിന്ന് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ട്രെയിനിലായിരുന്നു ഇയാൾ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. മുൻപും ഇയാൾ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, 20 കിലോ കഞ്ചാവാണ് ഈ മയ്യനാട് സ്വദേശിയിൽ നിന്നും പിടികൂടിയത്. ഈ ഒഡീഷയിൽ നിന്നും സ്ഥിരമായി കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണോ അനിൽകുമാർ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾക്കെതിരെ നേരത്തെയും സമാനമായ രീതിയിലുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അയാൾ ട്രെയിനിൽ കൊണ്ടുവരികയായിരുന്നു. 20 കിലോ കഞ്ചാവാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടിയത്. രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഡാൻസ് ഓഫ് ടീമിന്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഡാൻസ് ഓഫ് ടീമിന് ഈ വിവരം കൈമാറിയത്. ശരിക്കും രാവിലെ വലിയ രീതിയിലുള്ള നിരീക്ഷണം ഈ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇയാൾ ട്രെയിനിൽ വന്നിറങ്ങി മറ്റൊരു ഓട്ടോയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത്. കൈയോടെ പിടികൂടി ബാഗിൽ പൊതിഞ്ഞ രീതിയിൽ ഒളിപ്പിച്ച നിലയിൽ തന്നെയായിരുന്നു കഞ്ചാവ്. 20 കിലോയോളം കഞ്ചാവ് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്ത വിതരണത്തിനായിട്ട് ഇയാൾ കൊണ്ടുവന്നതാണ്. നമുക്കറിയാം ഇനിയിപ്പോൾ അവധി ദിവസങ്ങളാണ്. ദീപാവലിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി അവധി ആഘോഷങ്ങളൊക്കെയുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ ലക്ഷ്യമാക്കി വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നതാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ അടക്കം ചെറുകിട കച്ചവടക്കാർക്ക് വിതരണം ചെയ്യാനായിട്ടാണ് ഈ കഞ്ചാവുകൾ കൊണ്ടുവന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു. ഇവരെ ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ കഞ്ചാവ് വിൽപ്പന? കാരണം ഈ 20 കിലോ കഞ്ചാവ് ഇവിടെ എത്തിക്കുന്നു. ഇത് കൊല്ലം ജില്ലയിൽ മാത്രമാണോ ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്? തീർച്ചയായും കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് തന്നെയാണ്. ജില്ലയിൽ തന്നെ നിരവധി ചെറുകിട വ്യാപാരികളുണ്ട്. ഇയാളുടെ സൗഹൃദത്തിൽ ജില്ലയുടെ മലയോര മേഖലയിലടക്കം ചെറുകിട വ്യാപാരികളുണ്ട്. അപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കെല്ലാം ചെറുപൊതികളിലാക്കി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ചില സംഘങ്ങളും ഇയാളുടെ സുഹൃത്തുക്കളാണ്. പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. നേരത്തെയും ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേരെ പിടിച്ചിട്ടുണ്ട്. അവർ റിമാൻഡിലായിട്ടുണ്ട്, ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെല്ലാം ഇത്തരത്തിലുള്ള ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയാലും സമാനമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വളരെ ഗൗരവതരമാണ്. ഇപ്പോൾ ഒഡീസയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവാണ്. പൊതികളിൽ ബൾക്കായിട്ട് കൊണ്ടുവന്ന് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. പോലീസ് അത് തൂക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കിലോ എത്ര ഉണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇയാളെ പോലീസ് രാവിലെ തന്നെയാണ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിരവധി ആയിട്ടുള്ള ഈ അറസ്റ്റ് എല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവരെല്ലാം നിയമത്തിൻ്റെ ചില പഴുതുകൾ കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തക്കതായ ശിക്ഷ ലഭ്യമായിട്ട് പോലും ഈ ജയിലിലുണ്ടാകുന്ന ചില സൗഹൃദങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വീണ്ടും ഇവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ടോം. കാരണം ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ റിമാൻഡിൽ കഴിയുമ്പോൾ തന്നെ മറ്റ് സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പുതിയ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വിപണന സാധ്യതകൾ തേടി ഇവർ വീണ്ടും മറ്റ് ബിസിനസ്സിലേക്ക് നീങ്ങുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ബിസിനസ് വീണ്ടും വർദ്ധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. പോലീസിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന ചില വിവരങ്ങൾ ഇങ്ങനെയാണ്. ജയിൽ സൗഹൃദങ്ങളാണ് കൂടുതലും ഇവർക്ക് ഇത്തരത്തിലുള്ള ഈ ലഹരിയുടെ വിൽപ്പനയിലേക്ക് വലിയ റാക്കറ്റുകളിലേക്കല്ല ഇവരെ വീണ്ടും കൊണ്ട് എത്തിക്കുന്നത്. കർശനമായൊരു നിയമം ഉണ്ടെങ്കിൽ തന്നെ മതിയാവുകയുള്ളൂ. തക്കതായ ശിക്ഷയൊക്കെയാണ് ഇവർക്ക് വേണ്ടത്. എന്നാലേ വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ഇവർ ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഈ സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ച്
കേന്ദ്രീകരിച്ചാണ്. കാരണം ഒരിക്കൽ ഉപയോഗിച്ചാൽ ലഹരി വീണ്ടും ഉപയോഗിക്കുന്നൊക്കെയാണ് അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട് സ്കൂൾ കോളേജ് തലങ്ങളിലെല്ലാം. പക്ഷേ വീണ്ടും ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഇടയിലെല്ലാം വൻതോതിൽ ലഹരിയുടെ ഉപയോഗം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കൊട്ടാരക്കരയിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് MDMA കൊണ്ടുവന്നത് ഒരു വിദ്യാർത്ഥി, ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇയാൾ ഒരു വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷേ ഇത് അവൻ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വീണ്ടും ഈ വിദ്യാർത്ഥികൾ കരുവാകുന്നൊരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. ഡാൻസ് ഓഫ് ടീം ജില്ലയുടെ റൂറൽ ജില്ലാ പരിധിയിലും അതുപോലെ തന്നെ ജില്ലാ പരിധിയിലുമായി ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ വളരെ സജീവമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ബംഗളൂരുവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം പ്രകാരമാണ് ആദ്യം വിജിലൻസിന് മൊഴി നൽകിയതെന്നും പോറ്റി ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. പോറ്റി പറഞ്ഞതനുസരിച്ച് 5 അംഗ സംഘത്തെ കണ്ടെത്താനാണ് SITയുടെ നീക്കം. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുകയാണ്. പോറ്റിയെ ബംഗളൂരുവിലെത്തിച്ച് പരിശോധന നടത്തിയേക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ബംഗളൂരുവിലാണ് ഗൂഢാലോചന നടന്നതെന്ന കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണ് ആ ഗൂഢാലോചനയുടെ ഭാഗമായത്? ഇയാൾ ഈ പോറ്റി പറഞ്ഞതനുസരിച്ചുള്ള 5 അംഗ സംഘം ആരൊക്കെയാണ്? അതിലേതെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥരോ മറ്റേതെങ്കിലും ഉന്നതരോ ഉണ്ടോ? കഴിഞ്ഞ ദിവസമാണ് റാന്നി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചത്. അവിടെ SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിനിടെയാണ് 5 അംഗ സംഘത്തിൻ്റെ സഹായം ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ദേവസ്വം വിജിലൻസിൻ്റെ ചോദ്യം ചെയ്യലിലടക്കം എന്ത് മൊഴി നൽകണമെന്ന കാര്യത്തിലടക്കം നിർദ്ദേശം നൽകിയത് ഈ 5 അംഗ സംഘമാണ് എന്ന സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത്. പക്ഷേ ഇത് ആരാണ് എന്ന വിവരങ്ങൾ ഒന്നും ഇതുവരെ അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് വൈകാതെ എത്തും. ബംഗളൂരുവിലെത്തി ഈ പറഞ്ഞ സ്ഥലത്ത് ഉൾപ്പെടെ പരിശോധന നടത്തും. ഈ 5 പേർ ആരൊക്കെയാണ്, ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായ ഉപദേശം നൽകിയ 5 പേർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമവും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് പിന്നാലെയാകും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്ത് നൽകിയ ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടിയായ മൂരാരി ബാബുവിനെയും അതോടൊപ്പം AE സുനിൽകുമാറിനെയും വിശദമായി ചോദ്യം ചെയ്യുക. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്ത് നൽകിയവരിൽ സർവീസിലുള്ള 2 ഉദ്യോഗസ്ഥരാണുള്ളത്. അവരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ വിരമിച്ചിരിക്കുന്ന എന്നാൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റ് 8 പേരിലേക്ക് കൂടി അന്വേഷണം എത്തുക. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിലെ ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഈ സ്വർണം എവിടെയാണ് കൊണ്ട് വിറ്റത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇത് എന്ത് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് SIT ഉള്ളത്. അതിനൊപ്പം ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് കൂടി അന്വേഷണം നീളുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി പോകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഈ ബംഗളൂരു മാത്രമായിരിക്കുമോ ഈ പരിശോധന ഉണ്ടാവുക? കാരണം ചെന്നൈ, ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന സൂചനകൾ SITക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഇയാളുടെ മൊഴി അനുസരിച്ച് ഗൂഢാലോചന നടന്ന സ്ഥലത്ത് മാത്രമായിരിക്കുമോ പരിശോധന ഉണ്ടാവുക? പരിശോധന മറ്റ് സ്ഥലങ്ങളിലും കാണും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളുടെ സമഗ്രമായ റിപ്പോർട്ടായിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങളുടെയും കണ്ടെത്തിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായ പരിശോധന ആരംഭിക്കുകയും 2 FIRകൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെയെല്ലാം ഈ പരിശോധന നടക്കും. അതിൽ ഈ ഗൂഢാലോചന നടന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ബംഗളൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഡാന്, ഇപ്പോൾ പ്രധാനമായും ചോദ്യം ചെയ്യൽ നടക്കുന്നത്, ഇയാളിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തണം. നിലവിൽ പ്രതി ചേർത്തിട്ടുള്ള മറ്റ് പ്രതികളുടെ, അതായത് ഈ പ്രതിപ്പട്ടികയിലുള്ള മറ്റാളുകളുടെയും
അവരെ കസ്റ്റഡിയിലെടുക്കുക, ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകേണ്ടതല്ലേ? അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ? ആകെ 6 ആഴ്ചയാണ് അന്വേഷണത്തിന്റെ പരിധി. അതിൽ ഏതാണ്ട് 1.5 ആഴ്ചയാകുന്നു. അതിനോടകം കേസിൽ എഫ്ഐആറിൽ ഒന്നാം പ്രതിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായി അടുത്തതായി ഇനി മൂരാരി ബാബുവും സുനിൽകുമാറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിലേക്കായിരിക്കും ആദ്യം എത്തുക. അതിനുശേഷമായിരിക്കും ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥരിലേക്ക് എത്തുക. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള തുടർ നീക്കങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരണകൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് SIT ഉള്ളത്. അതുകൊണ്ട് തന്നെ പഴുതടച്ച ഒരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടക്കുന്നതെന്ന് വേണം കരുതാൻ. എന്തായാലും 6 ആഴ്ചക്കകം റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട ഒരു പശ്ചാത്തലത്തിൽ വേഗത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ ഉന്നതർക്ക് ഇതുമായി പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം. ആ തലങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുക, അതല്ലെങ്കിൽ ഏതെങ്കിലും അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടോ? കാരണം ദേവസ്വം ബോർഡിലെ മുൻ ഭാരവാഹികൾ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, അവരിലേക്കുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മൊഴി നൽകിയിട്ടുണ്ടോ? നിലവിൽ അത്തരം വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും താൻ മാത്രമല്ല ഇതിൽ പങ്കാളിയായിട്ടുള്ളത്, മറ്റ് പലർക്കും ഇതിൽ പങ്കുണ്ട്, അവരെ താൻ സഹായിക്കുക മാത്രമാണ് ചെയ്തത് എന്ന സൂചന നൽകുന്ന മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് SITക്ക് നൽകിയതായാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ പശ്ചാത്തലമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും പുരോഗമിക്കുന്നത്. മറ്റാർക്കെങ്കിലും വേണ്ടി ബെനാമിയായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വലിയൊരു സംശയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ദിശയിലേക്ക് കൂടി അന്വേഷണം നീളുന്നതും. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലെന്നാണ് അറസ്റ്റായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. പോറ്റി പറഞ്ഞതനുസരിച്ച് 5 അംഗ സംഘത്തെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.